ലേണിംഗ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കോപ്പറേറ്റീവ് ബാങ്ക് ക്ലർക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള ചില പ്രധാന ക്വസ്റ്റ്യൻസുകൾ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. മുൻപ് നമ്മൾ ഇതുമായി ബന്ധമുള്ള കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും കോപ്പറേറ്റീവ് ബാങ്കിന്റെ റിപ്പീറ്റഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മുൻപ് നമ്മൾ ചെയ്ത വീഡിയോകളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ലഭ്യമാവും. ലേണിംഗ് ടിപ്സിന്റെ ഈ ഒരു ചാനലിൽ ലഭ്യമാവും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പിന്നീട് ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായി ലഭ്യമാകുന്നതിന് വേണ്ടി തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1. Internal auditor of a cooperative society is appointed by ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, മാനേജിംഗ് കമ്മിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻറ്റേർണൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഓഡിറ്റർ നോട്ട്ബുക്ക് ഈസ് കെപ്റ്റ് ബൈ. ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് കെപ്റ്റ് ബൈ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ഓഡിറ്റർ. ഓഡിറ്ററാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് കെപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, the taluk level officer in charge of the audit of cooperative societies. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ താലൂക്ക് ലെവൽ ഓഫീസറായിട്ട് അറിയപ്പെടുന്നത് ഓഡിറ്റിൽ ആര് എന്നാണ് ചോദിക്കുന്നത്. ഓഡിറ്റ് എന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട കാര്യം ഡയറക്ടർ ആയിരിക്കും. സോ താലൂക്ക് ലെവൽ ഓഫീസർ ഇൻചാർജ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, അസിസ്റ്റൻ്റ് ഡയറക്ടർ. നെക്സ്റ്റ്, the main objective of SEBI is to protect the interest of. ഇത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാത്രം ചോദിക്കുന്നതല്ല. സെബി അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ത് എന്നാണ് ചോദിക്കുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിക്കുന്നത്. ഇവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെക്യൂരിറ്റിയും ഇഷ്വേഴ്സിൻ്റെ സെക്യൂരിറ്റിയും ഷെയർ ബ്രോക്കേഴ്സും എല്ലാം സെബിയുടെ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദി സ്പെഷ്യൽ ഫീച്ചർ ഓഫ് എ കോപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസ്. ഒരു കോപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസ്സിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്താണെന്ന് ചോദിക്കുന്നത്. ഒരിക്കലും പ്രോഫിറ്റ് ബോണസ് അല്ല, പാട്രണേജ് ഡിവിഡൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, പാട്രണേജ് ഡിവിഡൻറ്റ്. നെക്സ്റ്റ്, ദി മാക്സിമം മെമ്പർഷിപ്പ് ലിമിറ്റ് ഇൻ എ കോപ്പറേറ്റീവ് ബാങ്ക്. ഒരു കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാക്സിമം മെമ്പർഷിപ്പ് ലിമിറ്റ് എത്രയെന്നാണ് ചോദിക്കുന്നത്. മിനിമം ലിമിറ്റ് പറയുന്നുണ്ട്, പക്ഷേ മാക്സിമം നോ ലിമിറ്റാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, നോ ലിമിറ്റ്. നെക്സ്റ്റ്, എ കോർപ്പറേഷൻ ഈസ് ആൻ ഓർഗനൈസേഷൻ ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ബൈ. കോർപ്പറേഷൻ ഓൺ ചെയ്യുന്നതും അതേപോലെ കൺട്രോൾ ചെയ്യുന്നതും ആര് എന്നതാണ്. കോർപ്പറേഷൻ്റെ പ്രത്യേകത ഇതൊരു മെമ്പേഴ്സിൻ്റെ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ്, മെമ്പേഴ്സ്. ഓപ്ഷൻ ബി, മെമ്പേഴ്സ്. നെക്സ്റ്റ്, കോപ്പറേറ്റീവ്സ് ആർ ഡാഷ് ഓർഗനൈസേഷൻ. കോർപ്പറേഷൻ ഏത് കാറ്റഗറി ഓർഗനൈസേഷനിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, വോളണ്ടറി ഓർഗനൈസേഷൻ. കോപ്പറേറ്റീവ്സ് ആർ വോളണ്ടറി ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദി മേജർ എയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേജർ എയിം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ താഴെ പറയുന്നതൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എയിം അല്ല, സർവീസ് എയിമാണ്. അതേപോലെ ഇക്കണോമിക് ഇക്വാലിറ്റിയും ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ മേജർ എയിം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, സർവീസ്. നെക്സ്റ്റ്, കേരള കോപ്പറേറ്റീവ് ജേർണൽ ഈസ് മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ്. ഇവിടെ കേരള കോപ്പറേറ്റീവ് ജേർണൽ പബ്ലിഷ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. നെക്സ്റ്റ്, the chief executive of Farmers Service Cooperative Bank is designated as. ഫാമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ
ചീഫ് എക്സിക്യൂട്ടീവായിട്ട് അറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, മാനേജിംഗ് ഡയറക്ടർ. ഓപ്ഷൻ ഡി, മാനേജിംഗ് ഡയറക്ടർ. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഗവൺമെൻറ് നൽകുന്ന പ്രധാനപ്പെട്ട 2 ഫണ്ടുകളുണ്ട്. അതിലൊന്ന് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും രണ്ടാമത്തെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടുമാണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ കസ്റ്റോഡിയനായിട്ട് അറിയപ്പെടുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നെക്സ്റ്റ്, മക്ലഗൻ കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദി ഇയർ. ഏത് വർഷത്തിലാണ് മക്ലഗൻ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, 1914. 1914 മക്ലഗൻ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദി സ്ട്രക്ചർ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, 3 ടയർ സിസ്റ്റം. കേരളത്തിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 3 ടയർ സിസ്റ്റത്തിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, എവറി സൊസൈറ്റി ഷോൾ കമൻസ് വർക്കിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, 6 months. ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും അവരുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനകം അതിൻ്റെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. ഓപ്ഷൻ സി, 6 months. നെക്സ്റ്റ്, ദി ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ ഷോൾ ഹാവ് പവർ ടു ഡാഷ് ദി വർക്കിംഗ് ഓഫ് എ സൊസൈറ്റി ഫോർ ദി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക്. ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റെഗുലേറ്റ്. ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ ഷോൾ ഹാവ് പവർ ടു റെഗുലേറ്റ് ദി വർക്കിംഗ് ഓഫ് എ സൊസൈറ്റി ഫോർ ദി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക്. ഓപ്ഷൻ എ, റെഗുലേറ്റ്. നെക്സ്റ്റ്, ഇഫ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ആക്റ്റഡ് adversely the interest of the society or has failed to comply with the provision of the bylaws, he may be dashed from the society under section 17 of the KCS Act 1969. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോക്കെതിരായി അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റി ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് ഏതെങ്കിലും മെമ്പേഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, എക്സ്പെൽഡ് ഫ്രം ദി സൊസൈറ്റി. ഓപ്ഷൻ ബി, എക്സ്പെൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 14A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. KCS ആക്ട് സെക്ഷൻ 14 എന്താണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, കമൻസ്മെൻറ്റ് ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ എ, കമൻസ്മെൻറ്റ് ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സെക്ഷൻ 14A. ശ്രദ്ധിക്കണം, 14A ആണ്. നെക്സ്റ്റ്, among the following records one shall be retained during the entire lifetime of the cooperative society. താഴെ പറയുന്നവയിൽ ഏത് റെക്കോർഡാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ലൈഫ് ടൈമിൽ സൂക്ഷിച്ചു വെക്കേണ്ടത്? അതിൽ പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റി റെക്കോർഡ് എന്നറിയപ്പെടുന്ന താഴെ ഓപ്ഷൻ സി ആണ്, മിനിറ്റ്സ് ബുക്ക് ആണ് റൈറ്റ് ആൻസർ. മിനിറ്റ്സ് ബുക്ക് സൊസൈറ്റിയുടെ മുഴുവൻ ആജീവനാന്ത കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കേണ്ട റെക്കോർഡിൽ പെടുന്നതാണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, മിനിറ്റ്സ് ബുക്ക്. നെക്സ്റ്റ്, പവർ ടു മേക്ക് റൂൾസ് ഈസ് മെൻഷൻഡ് ഇൻ ദി ഡാഷ് സെക്ഷൻ ഓഫ് KCS ആക്ട്. റൂൾ മേക്കിംഗ് പവർ മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, 109. ഓപ്ഷൻ ഡി, 109. നെക്സ്റ്റ്, ദി പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദി ടേം ഓഫ് കമ്മിറ്റി ഈസ് 5 years ഫ്രം ദി ഡേറ്റ് ഓഫ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഇലക്ഷൻ. ഇലക്ഷൻ കഴിഞ്ഞ് കൃത്യമായി ഇലക്ഷൻ പീരീഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇലക്ഷൻ എന്ന് കഴിയുന്നു അത് മുതൽ 5 വർഷം വരെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലയളവ്. സോ ഇലക്ഷൻ ആണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, casual vacancy of an elected members of the committee shall be filled up by nomination by the committee if the term of office of the board is less than dash of its original term. Right answer വരുന്ന 1/2 ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, 1/2. കമ്മിറ്റിക്ക്
എലക്ട് ചെയ്ത മെമ്പേഴ്സ് നോമിനി ചെയ്യാവുന്നതിൻ്റെ പെർസെൻറ്റേജാണ് പറയുന്നത് 1/2. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, when there is equality of vote, who shall exercise a second vote or casting vote? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വോട്ട് ഇക്വാലിറ്റി വന്നാൽ ആർക്കാണ് സെക്കൻഡ് വോട്ട് അല്ലെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് എന്ന് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, പേഴ്സൺ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ്. ഓപ്ഷൻ സി, പേഴ്സൺ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ്. ഇങ്ങനെയൊരു ഓപ്ഷൻ അതിൽ കണ്ടിട്ടില്ലെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ, പ്രസിഡന്റ് എന്ന് എഴുതി വെക്കാം. ഇവിടെ പേഴ്സൺ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ് എന്ന് കാണിക്കുന്നത് കൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ഹു കണ്ടക്ട് ദി ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റ് എലക്ട് ചെയ്യുന്നത് ആര് എന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ഇലക്ഷൻ കമ്മീഷൻ. ഓപ്ഷൻ ഡി, ഇലക്ഷൻ കമ്മീഷൻ. Next, the deduction is made by salary disbursing officer from the employee. Salary only when the society has informed at least dash in advance about the dues on loan or award amount to employees whose salary is to be deducted. ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു അഡീഷണൽ പ്രിവിലേജ് ആണ്. സൊസൈറ്റിയിൽ മെമ്പേഴ്സിൻ്റെ സാലറി കട്ട് ചെയ്യാവുന്ന ഓപ്ഷൻ, എംപ്ലോയീസിൻ്റെ സാലറി കട്ട് ചെയ്യാവുന്ന ഓപ്ഷനാണ്. ഇത് എത്ര ദിവസം മുൻപ് ഇൻഫോം ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. സൊസൈറ്റി എന്ത് ചെയ്യണം? ആരാണോ സാലറി ഡിസ്പേഴ്സിങ് പേഴ്സൺ അവരെ ഇൻഫോം ചെയ്യണം. ആ ഇൻഫോം ചെയ്യേണ്ട ഡേയ്സ് ആണ് ചോദിക്കുന്നത്. ഇവിടെ 30 days ആണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ സി, 30 days in advance. Next, the rate of contribution of cooperative societies towards cooperative development and welfare fund is on the basis of its, ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതായത് ഒരു സൊസൈറ്റിയിൽ വെൽഫെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ഏതിൻ്റെ ബേസിസിലാണ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് എന്നാണ്. സൊസൈറ്റിയുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസാണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ റിട്ടൺ ഡാഷ് ഗിവൺ ബൈ ദി ഓഡിറ്റർ. ഇവിടെ ആൻസർ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റിട്ടൺ സ്കീം ഗിവൺ ബൈ ദി ഓഡിറ്റർ. ഓപ്ഷൻ ബി, സ്കീം. നെക്സ്റ്റ്, ഡാഷ് കെപ്റ്റ് ബൈ ദി ഓഡിറ്റർ കം ടു റെസ്ക്യൂ അറ്റ് ദി ടൈം വെൻ എ സ്യൂട്ട് ഈസ് ഫയൽഡ് അഗെയിൻസ്റ്റ് ഹിം ഫോർ നെഗ്ലിജൻസ്. ഒരു ഓഡിറ്റർ സൂക്ഷിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്, ആ ഓഡിറ്റർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിന് റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓഡിറ്റർ സൂക്ഷിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, വർക്കിംഗ് പേപ്പേഴ്സാണ് ഒരു ഓഡിറ്റർ സൂക്ഷിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് സൊസൈറ്റി ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ബി ലെഡ് ബൈ ദി ഗവൺമെൻറ് ബിഫോർ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏത് സൊസൈറ്റിയുടെ റിപ്പോർട്ടാണ് ഗവൺമെൻറ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വെക്കേണ്ടത് എന്ന് ചോദിക്കുന്നത്. ഇവിടെ ഒരൊറ്റ കാറ്റഗറി സൊസൈറ്റിയുടെ റിപ്പോർട്ട് മാത്രമേ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ്, ചൂസ് ദി ഓഡ് വൺ. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടതിനെ കണ്ടെത്താനാണ്. ഇവിടെ സിങ്കിങ് ഫണ്ട് ഉണ്ട്, റിസർവ് ഫണ്ട് ഉണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട് ഉണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട് ഉണ്ട്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, സിങ്കിങ് ഫണ്ട്. ഇവിടെ റിസർവ് ഫണ്ടും എഡ്യൂക്കേഷൻ ഫണ്ടും മെമ്പർ റിലീഫ് ഫണ്ടും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവർക്ക് കിട്ടുന്ന ലാഭത്തിന്, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ടുകളാണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സിങ്കിങ് ഫണ്ട്. നെക്സ്റ്റ്, dash is the action taken by the auditor to confirm the physical existence of assets. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, വെരിഫിക്കേഷൻ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഓഡിറ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ വെരിഫിക്കേഷൻ എന്നാണ് വിളിക്കുക. അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, വെരിഫിക്കേഷൻ. നെക്സ്റ്റ്, ദി ഓഡിറ്റ് ഡൺ ബൈ ദി എംപ്ലോയീസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഓപ്ഷൻ സി, ഇൻറ്റേർണൽ ഓഡിറ്റ്. ഒരു സൊസൈറ്റിക്കകത്തുള്ള എംപ്ലോയീസ് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിനെ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നാണ് വിളിക്കുക. നെക്സ്റ്റ്,
Audit classification of a cooperative society is done on the basis of. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഡൺ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്നാണ് ചോദിക്കുന്നത്. ചില സൊസൈറ്റികളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കാറുണ്ട്, ചിലരുടേത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കാറുണ്ട്, ചില സൊസൈറ്റിക്ക് ജനറൽ വർക്കിംഗ് നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഹാൻഡ് ബുക്ക് ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്ററുടെ ഹാൻഡ് ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓഡിറ്റ് മാനുവലാണ്. ഓപ്ഷൻ എ, ഓഡിറ്റ് മാനുവലാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ദി കോറം ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജനറൽ ബോഡി, മാനേജിംഗ് കമ്മിറ്റി, ഇതിനൊക്കെ കോറം തികയേണ്ടത് അത്യാവശ്യമാണ് മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ. കോറം എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് ഉദ്ദേശിക്കുന്നത്, അതുണ്ടെങ്കിലേ മീറ്റിംഗ് വാലിഡ് ആവുന്നുള്ളൂ. ഇവിടെ മാനേജിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ എത്ര കോറം വേണം എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ജസ്റ്റ് എബോവ് 50%. അത് ഓരോന്നിനും വ്യത്യസ്തമാണ്. മാനേജിംഗ് കമ്മിറ്റിക്ക് ജസ്റ്റ് എബോവ് 50%. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദി അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വെസ്റ്റഡ് ഇൻ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, ജനറൽ ബോഡി. ജനറൽ ബോഡിക്കാണ് ഫൈനൽ അതോറിറ്റി. ഫൈനൽ അതോറിറ്റി എന്നും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ രണ്ട് ചോദിച്ചാലും ആൻസർ സെയിം ആണ്. ഓപ്ഷൻ ബി, ജനറൽ ബോഡി. ജനറൽ ബോഡിക്കാണ് ഫൈനൽ അതോറിറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത്. നെക്സ്റ്റ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ആർ. ഒരു കോപ്പറേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിളുകൾ എത്ര എണ്ണം എന്ന ഇത് ICA അംഗീകരിച്ച, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അംഗീകരിച്ച 7 പ്രിൻസിപ്പിളുകളാണ് കോപ്പറേഷനുള്ളത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, 7. ഓപ്ഷൻ സി, 7. നെക്സ്റ്റ്, dash is the competent authority to grant relaxation of qualification to the employee of the cooperative society prescribed for promotion. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻ നൽകുന്നതിന്, റിലാക്സേഷൻ നൽകുന്ന, അവരുടെ ക്വാളിഫിക്കേഷൻ റിലാക്സേഷൻ നൽകുന്നതിന് റൈറ്റ് ഉള്ളത് ആർക്ക് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ്, ഗവൺമെൻറ്റിനാണ് റൈറ്റ് ഉള്ളത്. സോ ഓപ്ഷൻ എ, ഗവൺമെൻറ്. നെക്സ്റ്റ്, കർവ് കമ്മീഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ദി ഇയർ. കർവ് കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഇയർ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, 1966. ഇതിനു മുമ്പ് നമ്മൾ മക്ലഗൻ കമ്മിറ്റി ചോദിച്ചിരുന്നു, അത് 1914 ആണ്. കർവ് കമ്മീഷൻ 1966 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രോഫിറ്റ് ഈസ് ഷെയർഡ് ഓൺ ദി ബേസിസ് ഓഫ്. നമുക്കറിയാം ഓരോ സ്ഥാപനങ്ങളിലും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് വിവിധ ബേസിസിലാണ്. ഇപ്പം പാർട്ണർഷിപ്പിലാണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡാണ്, അതിൽ കമ്പനികളിലാണെങ്കിൽ അവർ വാങ്ങുന്ന ഷെയറാണ്. പക്ഷേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബൈലോ പ്രൊവിഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ബൈലോ പ്രൊവിഷൻസ്. നെക്സ്റ്റ്, the growth of the modern cooperative movement was established with the success of. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, റോക്ക്ഡൈൽ പയനിയേഴ്സ് ആണ് ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സക്സസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കാറ്റഗറി. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, റോക്ക്ഡൈൽ പയനിയേഴ്സ്. നെക്സ്റ്റ്, ദി റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദി ഇലക്ഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ്. ഒരു സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് അറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദിക്കുന്നത്. അസിസ്റ്റൻ്റ് ഡയറക്ടർ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി, അസിസ്റ്റൻ്റ് ഡയറക്ടർ. നെക്സ്റ്റ്, റൂൾ റിഗാർഡിംഗ് ദി ലീവ് ഓഫ് എംപ്ലോയീസ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു എംപ്ലോയീസിൻ്റെ ലീവിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂൾ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, 190. ഓപ്ഷൻ ഡി, റൂൾ 190. നെക്സ്റ്റ്, സെക്ഷൻ ഓഫ് KCS ആക്ട് റിലേറ്റഡ് ടു ദി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുമായി റിലേറ്റഡ് ആയി വരുന്ന സെക്ഷൻ ഏത് എന്ന് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, 57B.
ഓപ്ഷൻ ബി 57B. ശ്രദ്ധിക്കണം, മൂന്നും 57 ആണ്. 57A എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടാണ്. 57C എന്ന് പറയുന്നത് കൺസോർഷ്യം ലെൻഡിങ് സ്കീമാണ്. അപ്പം ഇത് മൂന്നും ഓർമ്മിച്ച് വെക്കുക, മൂന്നും മാറി മാറി ചോദിക്കാറുണ്ട്. ഇവിടെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിന് 57B ആണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദി ഫസ്റ്റ് ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കൺവീൻഡ് ബൈ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫസ്റ്റ് ജനറൽ ബോഡി, ശ്രദ്ധിക്കണം, അതാണ് പ്രധാന ടേം. ഫസ്റ്റ് ജനറൽ ബോഡി കൺവീൻ ചെയ്യുന്നത് ആര് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ചീഫ് പ്രൊമോട്ടർ. ചീഫ് പ്രൊമോട്ടറാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫസ്റ്റ് ജനറൽ ബോഡി കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. നേരത്തെ നമ്മൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ചോദിച്ചിരുന്നു. അത് അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ, സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഇവിടെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. സബ്സിഡറി ആണെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. രണ്ടും മാറിപ്പോരുത്, കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. നെക്സ്റ്റ്, ഹാൻഡ്ലൂം, കൊയർ, ഫിഷറീസ്, മിൽക്ക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് സൊസൈറ്റീസ്. ഈ മുകളിൽ പറഞ്ഞ സൊസൈറ്റികൾ ഏത് കാറ്റഗറി സൊസൈറ്റിയിൽ പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് കാറ്റഗറി സൊസൈറ്റീസ് ഉണ്ട്. മാർക്കറ്റിംഗ് സൊസൈറ്റി ഉണ്ട്, കൺസ്യൂമർ സൊസൈറ്റി ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ഉണ്ട്, എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. അതിൽ ഈ പറഞ്ഞത് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയിലാണ് ഹാൻഡ്ലൂം, കൊയർ, ഫിഷറീസ്, മിൽക്ക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റി ഉൾക്കൊള്ളുന്നത്. നെക്സ്റ്റ്, മാക്സിമം എമൗണ്ട് ഓഫ് ഓഡിറ്റ് ഫീസ് പേയബിൾ ബൈ എ പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് റുപ്പീസ് ഡാഷ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് കാറ്റഗറിയിൽ പെടുന്നു? പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാക്സിമം പേ ചെയ്യേണ്ട ഓഡിറ്റ് ഫീ എമൗണ്ട് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 1 lakh, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 1 lakh ആണ് ഒരു പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നൽകേണ്ട മാക്സിമം എമൗണ്ട് ഓഫ് ഓഡിറ്റ് ഫീ. നെക്സ്റ്റ്, ഇൻ എ പ്രൈമറി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി നോട്ട് ലെസ് ദാൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷോൾ ബി സെറ്റ് അപ്പാർട്ട് ടു മെമ്പർ റിലീഫ് ഫണ്ട്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവർക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനം മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, 10%. വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രത്യേകം ശ്രദ്ധിക്കുക, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് മാറ്റിവെക്കേണ്ടത് 10%, ഓപ്ഷൻ എ. നെക്സ്റ്റ്, ദി ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫിക്സഡ് ബൈ ദി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ്, ദി ഓഡ് വൺ ഇൻ ദി ഫോളോയിങ് ഈസ്. ഇവിടെയും ഒറ്റപ്പെട്ട ഏതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ രജിസ്ട്രാർ പറയുന്നു, ആർബിട്രേറ്റർ പറയുന്നു, ലിക്വിഡേറ്റർ പറയുന്നു, പ്രസിഡന്റ് പറയുന്നു. 4 പേരുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, പ്രസിഡൻ്റ് ആണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു മെമ്പറാണ്. പക്ഷേ രജിസ്ട്രാറും ആർബിട്രേറ്ററും ലിക്വിഡേറ്ററും എന്തല്ല, സൊസൈറ്റിയിൽ മെമ്പേഴ്സിൽ, സൊസൈറ്റിയുമായി ഏറ്റവും അടുത്ത ആളുകൾ തന്നെയാണ്, പക്ഷേ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ഇല്ല എന്നതാണ് ഈ 3ൻ്റെയും പ്രത്യേകത. പക്ഷേ പ്രസിഡന്റ് സൊസൈറ്റിയിലെ അഡ്മിനിസ്ട്രേറ്ററാണ്, അത് സൊസൈറ്റിയിലെ മെമ്പറാണ്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ, പ്രസിഡന്റ്. നെക്സ്റ്റ്, ദി ഡിസിഷൻ ടു കണ്ടക്ട് ദി ഇലക്ഷൻ ടു ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ടേക്കൺ ബൈ. ഓപ്ഷൻ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന, ഡിസൈഡ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഓപ്ഷൻ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നെക്സ്റ്റ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ കേരള ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഡാഷ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിൽ കേരളത്തിൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് എന്ന് ചോദിക്കുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. തൊട്ട് താഴെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അതല്ല. ഒരിക്കലും ബാങ്കിന് ട്രെയിനിങ് ആൻഡ്
എഡ്യൂക്കേഷൻ റെസ്പോൺസിബിലിറ്റി ഇല്ല. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് കേരളത്തിനകത്ത് വരുന്ന എല്ലാ കാറ്റഗറിക്കും ട്രെയിനിങ്ങും അതുപോലെ എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിലിറ്റിയുള്ള ആളുകൾ. ഇതിലേക്ക് വേണ്ടിയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എഡ്യൂക്കേഷൻ ഫണ്ട് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്നത്. എന്തിനൊക്കെ വേണ്ടി? ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്കാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് അടക്കുക. അങ്ങനെയും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് ഇവിടെ റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദി കോപ്പറേറ്റീവ് എംപ്ലോയീസ് ആർ ടു റിട്ടയർ ഓൺ അറ്റൈനിങ് ദി ഏജ് ഓഫ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന ഏജ് ആണ്. ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ, 58. ഓപ്ഷൻ ഡി 58. നെക്സ്റ്റ്, ഓഡിറ്റ് ഫീ ഓഫ് എ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഇറ്റ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവരുടെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്ന വ്യത്യസ്തമായ രീതിയിലാണ്. ലെവി ഓഫ് ഓഡിറ്റ് ഫീ എന്ന ഭാഗത്ത് നമ്മളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവരുടെ ഓഡിറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട്. ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ. വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ടോട്ടൽ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ഓഡിറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ദി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എൻ്റർടൈൻസ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഏത് റിലേറ്റഡ് ഇഷ്യൂസാണ് ഏറ്റെടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഓൺലി നോൺ മോണിറ്ററി ഇഷ്യൂസ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് നോൺ മോണിറ്ററി ഇഷ്യൂസ് മാത്രമാണ് ഏറ്റെടുക്കുന്നത്. ഇവിടെ മോണിറ്ററി ഇഷ്യൂസ് ഏറ്റെടുക്കുന്നത് രജിസ്ട്രാറാണ്. അതുകൂടി ഒരു ക്വസ്റ്റ്യനാണ്, ഓർമ്മിച്ച് വെക്കുക. രജിസ്ട്രാർ മോണിറ്ററി ഇഷ്യൂസ് കൈകാര്യം ചെയ്യുമ്പോൾ നോൺ മോണിറ്ററി ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. ഓക്കെ.